ഹായ് എവരി വൺ, എല്ലാവർക്കും നമസ്കാരം. ഡിവൈൻ ഹിൽ മലയാളം കാര്യത്തിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നിങ്ങളെല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് കരുതുന്നു. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. അപ്പോൾ ഇന്നത്തെ ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നോക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജി എന്താണെന്ന് ചെക്ക് ചെയ്യാം. ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക. നിങ്ങൾ ഇതുവരെ തന്ന സ്നേഹത്തിനും സപ്പോർട്ടിനും ഒരുപാട് നന്ദി. നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം കാണുമ്പോൾ നിങ്ങളുടെ എനർജി എനിക്ക് ടാപ്പ് ചെയ്യാൻ പറ്റും, കൂടുതൽ ആക്യുറേറ്റ് ആയിട്ടുള്ള റീഡിങ്സ് തരാൻ പറ്റും. അപ്പോൾ നമുക്ക് നോക്കാം ഇന്നത്തെ നിങ്ങൾക്കുള്ള ഗൈഡൻസ് എന്താണ്. ക്യൂൻ ഓഫ് പെൻഡക്കിൾസിൻ്റെ എനർജിയാണ് ഇതിൽ. ഒരു സ്റ്റെബിലിറ്റിയാണ് കാണുന്നത്, ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി. നിങ്ങൾ കറൻ്റിലി കുറേ ആഗ്രഹങ്ങൾ നിങ്ങൾ മനസ്സിൽ വെച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അത് വീടായിരിക്കാം, വാഹനമായിരിക്കാം, നല്ല ജോലിയായിരിക്കാം. അതെല്ലാം നിങ്ങളിലേക്ക് എത്തുന്നു. അങ്ങനത്തെ ഒരു കോൺഫിഡൻസ് ഇന്നത്തെ ദിവസം ഉണ്ട്, ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ ഈ ഒരു കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്താനുള്ള സമയമായി എന്നൊരു തോന്നൽ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം ഉണ്ട് എന്നുള്ളതാണ്. അപ്പം വളരെ കുറേ ആൾക്കാരും വളരെ കോൺഫിഡൻസോടുകൂടി ഇരിക്കുന്നു. ഇപ്പോൾ ബാധ്യത ഉള്ളവർക്ക് ആ ബാധ്യതകളൊക്കെ തീർക്കാൻ പറ്റും. ഇപ്പോൾ ബിസിനസ് തുടങ്ങുന്ന ആൾക്കാർക്ക് ഇത് നന്നായിട്ട് പോകാൻ പറ്റും. അപ്പോൾ നല്ലൊരു കോൺഫിഡൻസ് ലെവൽ കൂടിയൊരു ദിവസമായിരിക്കും ഇന്നത്തെ ദിവസം. ശരിക്കും പ്രാക്ടിക്കലായിട്ട് നിങ്ങൾ ഓരോ കാര്യങ്ങളും ചെയ്യും, നല്ല ആക്റ്റീവായിരിക്കും ഇന്നത്തെ ദിവസം. അതിൽ ഈഗോയാണ്. നിങ്ങൾ കുറേ കാര്യങ്ങൾ വിട്ടുകളയേണ്ടതായിട്ടുണ്ട് എന്നുള്ളതാണ്. അത് മറ്റുള്ള ആൾക്കാർ നിങ്ങളെ സഹായിച്ചാലോ അല്ലെങ്കിൽ സപ്പോർട്ട് ചെയ്താലോ ഒക്കെ മാത്രമേ നിങ്ങൾക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നാണ് വിചാരിക്കുന്നതെങ്കിൽ ഈ ഒരു സമയം നിങ്ങൾ ആ ഒരു കാര്യം സ്റ്റോപ്പ് ചെയ്യണം എന്നാണ് കേട്ടോ. അപ്പം നമ്മളെപ്പോഴും മറ്റൊരാളുടെ ചാരി നിന്ന് ശീലിച്ച ആൾക്കാരാണെങ്കിൽ അത് ഈ ഒരു സമയം നിങ്ങളത് സ്റ്റോപ്പ് ചെയ്യേണ്ടതായിട്ടുണ്ട്. കാരണം നിങ്ങൾക്ക് സ്റ്റെബിലിറ്റി ആൾറെഡി നിങ്ങളിൽ തന്നെ ഉണ്ട്. അത് വേറൊരാളും കൊണ്ടു തന്നതല്ല, വേറൊരാളുടെ സപ്പോർട്ട് ഈ ഒരു സമയം നിങ്ങൾക്ക് ആവശ്യമില്ല. കാരണം സപ്പോർട്ട് വേണ്ട സമയത്ത് ആളുകൾ സപ്പോർട്ട് തന്നിട്ടുണ്ടായിരിക്കാം. ചിലപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ആഗ്രഹിച്ച സമയത്ത് നിങ്ങളെ മറ്റുള്ളവർ ചിലപ്പം നിങ്ങൾക്ക് തന്ന സപ്പോർട്ടിൻ്റെ ആ പേരിൽ നിങ്ങളെ ചിലപ്പോൾ ഹർട്ട് ചെയ്തിട്ടുണ്ടായിരിക്കാം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾക്കൊരു തീരുമാനം വേണ്ട ഒരു സമയമാണ്. ആവശ്യമില്ലാതെ മറ്റുള്ളവരെ സപ്പോർട്ട് ഉണ്ടെങ്കിലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളൊരു ചിന്ത ഉണ്ടെന്നുണ്ടെങ്കിൽ പൂർണ്ണമായിട്ടും അത് സ്റ്റോപ്പ് ചെയ്യുക. മാത്രമല്ല, നമുക്ക് ആവശ്യമില്ലാത്ത ചില കാര്യങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അതും നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. അത് നമ്മളുടെ ഓർമ്മകളായിരിക്കാം, നമ്മളുടെ ചിന്തകളായിരിക്കാം. ചിലപ്പോൾ നമ്മളെക്കുറിച്ച് തന്നെ നമ്മൾ ഞാൻ അത്ര നല്ലതല്ലല്ലോ, എനിക്ക് പറ്റൂലല്ലോ, ഞാൻ അത്ര കേപ്പബിൾ അല്ലല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു ആളാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സ്റ്റോപ്പ് ചെയ്യുക. അത് നിങ്ങൾ ഇനി അങ്ങനെ ഒരു കാര്യം വേണ്ട. നിങ്ങൾക്ക് തന്നെ ഇനഫാണ് എന്നുള്ളൊരു തോന്നലാണ് വേണ്ടത്. നമ്മളുടെ വളർച്ചയ്ക്ക് ബ്ലോക്ക് ചെയ്തിരിക്കുന്നത് നമ്മളുടെ തോട്ട്സ് ആൻഡ് ഫീലിങ്സ് ആണ്. നമ്മളുടെ ഫീലിങ്സ് എന്ന് പറയുന്നത് ചെറിയൊരു കാര്യമല്ല കേട്ടോ. നമ്മളുടെ ചിന്തകൾ വരുമ്പം അത് ഫീലിങ്സോട് കൂടിയാണ് ചിന്തിക്കുന്നതെങ്കിൽ അത് അവിടെ മാനിഫെസ്റ്റ് ആകും, അതവിടെ നടക്കും. അത് നെഗറ്റീവായാലും പോസിറ്റീവായാലും നമ്മളെപ്പോഴും നമ്മളുടെ ചിന്തകളെ ഒന്ന് നിരീക്ഷിക്കുക. ഈ ഒരു ചിന്തകൾ വരുമ്പം എനിക്ക് എന്തെങ്കിലും ഫീലിങ്സ് തോന്നുന്നുണ്ടോ എന്ന് കൂടി ചിന്തിക്കുക. നമ്മൾ നെഗറ്റീവായിട്ടുള്ള പല കാര്യങ്ങളും നമ്മൾ ചിന്തിക്കുന്ന സമയത്ത് നമുക്ക് ഒരുപാട് ഫീലിങ്സും കൂടി വരും. അപ്പോൾ അത് ആൾറെഡി സംഭവിക്കും, നമ്മളുടെ പോസിറ്റിവിറ്റി നഷ്ടപ്പെടും. അതെപ്പോഴും മനസ്സിലാക്കുക. നിങ്ങൾ ഒരു കൂടിനകത്തിട്ട് നിങ്ങളെ വളർത്തുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ഒരു കൂടിനകത്ത് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് നിങ്ങളെ പുറത്തിറക്കേണ്ട സമയമായി എന്നാണ് കാണുന്നത്. നമുക്ക് എന്തെങ്കിലും ഈഗോ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പോൾ നമുക്ക് കോൺഫിഡൻസ് ആകാം, പക്ഷേ അതിൽ ഈഗോ പാടില്ല എന്നുള്ളതാണ്. നമ്മളെപ്പോഴും സീറോ ഈഗോ ആകുമ്പോഴാണ് ദൈവം നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നത്. അപ്പോൾ നമ്മളുടെ ഈഗോ പൂർണ്ണമായും നമ്മൾ ഇല്ലാതാക്കി കളയുക. ഇപ്പോൾ സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർക്ക് ഒട്ടും വേണ്ടാത്തൊരു കാര്യമാണ് ഈഗോ. ആ ഒരു ഈഗോ നിങ്ങൾ ഇല്ലാതാക്കി കളയണം എന്നുള്ളതാണ് ഈ ഒരു കാർഡ് പറയുന്നത്. എംപ്രസിൻ്റെ എനർജിയാണ് ഇതിൽ. ഈ കാർഡ്സ് എല്ലാം വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു എനർജിയാണ് പാസ് ചെയ്യണത്.
നിങ്ങളുടെ കഴിവുകളിലും നിങ്ങളുടെ വ്യക്തിത്വത്തിലും നിങ്ങൾ വിശ്വസിക്കുക. നിങ്ങൾ വെറും സാധാരണ മനുഷ്യരായിട്ട് ഇങ്ങനെ താഴാതിരിക്കുക എന്നുള്ളതാണ്. നമ്മുടെ ചുറ്റും ഒരുപാട് ആൾക്കാരുണ്ട്. എല്ലാവർക്കും ഉള്ള എക്സ്പീരിയൻസ് അല്ല നിങ്ങൾക്കുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ഒരുപാട് ക്രിയേറ്റീവ് എനർജി ഉണ്ട്. നിങ്ങൾ വിചാരിക്കുന്ന കാര്യങ്ങളൊക്കെയും അത് റിയാലിറ്റിയിലേക്ക് കൊണ്ടുവരാൻ നിങ്ങൾക്ക് പറ്റും. ഒരു അബണ്ടൻ്റ് ആയിട്ടുള്ളൊരു എനർജിയാണ്. ധാരാളം പൈസ നിങ്ങളിലേക്ക് വരാനുള്ള, അല്ലെങ്കിൽ നല്ല ജീവിത സാഹചര്യത്തിൽ ജീവിക്കാനുള്ള അങ്ങനത്തെ സാഹചര്യമുള്ള ആൾക്കാരാണ്. പക്ഷേ നിങ്ങൾ അതിന് വേണ്ടിയിട്ടുള്ള ആക്ഷൻ എടുക്കുന്നില്ല. അല്ലെങ്കിൽ ഒന്നുകിൽ ഈഗോയിലിരിക്കുന്നു, അല്ലെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റൂല എന്ന് വിചാരിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളൊരു സഹായം ഉണ്ടെങ്കിൽ മാത്രമേ പറ്റുള്ളൂ എന്ന് വിചാരിക്കുന്നു. ഇതൊക്കെ നിങ്ങൾ മാറ്റിക്കളയണം. അതൊക്കെ നിങ്ങളിൽ നിന്നും മാറ്റിക്കളയേണ്ട സാഹചര്യം അതിക്രമിച്ചു എന്നുള്ളതാണ് കാണുന്നത്. കുറേ ആൾക്കാർക്ക് പുതിയ ഐഡിയാസ്, ഒരു ന്യൂ ബർത്തിൻ്റെ സമയമാണ്. പുതിയ ചില കാര്യങ്ങൾ നിങ്ങളുടെ ജീവിതത്തിലേക്ക് വരുന്നൊരു സമയമാണ്. അപ്പോൾ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങിയാൽ ഇതിൽ എംപ്രസും ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസും ആണ്. ഫിനാൻഷ്യലി ഒരു നല്ല നിലയിലേക്ക് നിങ്ങളുടെ ജീവിതം മാറിക്കൊണ്ടിരിക്കുന്നു എന്നാണ് കാണുന്നത്. ഫോർ ഓഫ് എർത്താണ്. ഇതൊരു എന്താണ്, നമ്മൾ കുറച്ച് സമ്പാദിക്കേണ്ട ഒരു സമയമാണ് എന്നുള്ളതാണ്. കുറേ ആൾക്കാരും ഇതൊരു ഈ പെട്ടിക്കകത്ത് കുറേയധികം പൈസയും സ്വർണവും ഒക്കെ ഉണ്ട്. ഇത് നമ്മളുടെ സമ്പാദ്യമാണ്. അപ്പോൾ ഒരുപാട് ചിലവാക്കിക്കൊണ്ടിരുന്ന ആൾക്കാർ നിങ്ങളൊന്ന് കൺട്രോൾ ചെയ്യാനുള്ളൊരു തീരുമാനം വന്നിട്ടുണ്ടായിരിക്കാം. നമ്മളൊന്ന് ഇപ്പോൾ എത്ര പൈസയുള്ള ആൾക്കാരായാലും നമ്മൾ ആവശ്യമില്ലാതെ ചിലവാക്കുന്നുണ്ടോ എന്ന് ചിന്തിക്കാം. ഈ പൈസ എന്ന് പറയുന്നത് എല്ലാ സമയവും നമ്മളിലേക്ക് വരണം എന്നില്ല. ആ ഒരു സമയം മാത്രമേ പൈസ നമ്മളിലേക്ക് വരുള്ളൂ. അപ്പോൾ അത് എങ്ങനെയാണ് നമ്മൾ ചിലവഴിക്കുന്നത് എന്നുകൂടി ദൈവം നോക്കും. അല്ലെങ്കിൽ ദൈവം എന്ന് പറയുന്നത് മണി എനർജിയാണ്. മണി അതൊരു ഹൈ ഫ്രീക്വൻസി എനർജിയാണ്. അപ്പോൾ ആ എനർജി നമ്മളെ ഇങ്ങനെ നോക്കും. ഞാൻ അവരുടെ അടുത്ത് പോയാൽ, അല്ലെങ്കിൽ അവരുടെ കയ്യിലിരിക്കുമ്പോൾ അവരെന്നെ എങ്ങനെയാണ് കാണുന്നത്? നല്ലതായിട്ടാണോ ഞാൻ എന്നെ കൊണ്ട് ചെയ്യിക്കുന്നത് നല്ല പ്രവൃത്തികളാണോ എന്നൊക്കെ അവർ ചിന്തിക്കും. പിന്നെ അനാവശ്യമായിട്ട് എന്നെ ഉപയോഗിക്കുന്നുണ്ടോ, എന്നെ മിസ്യൂസ് ചെയ്യുന്നുണ്ടോ എന്നൊക്കെ പൈസ ഇങ്ങനെ ചിന്തിക്കൂട്ടാ. അപ്പോൾ എപ്പോഴും നമ്മൾ വിചാരിക്കും ഈ പൈസ ഇങ്ങനെ വരണത് എപ്പോഴും ഇങ്ങനെ തന്നെ വന്നുകൊണ്ടിരിക്കുന്നു. ഒരിക്കലും ഇല്ല. നമ്മളുടെ പ്രവൃത്തി, നമ്മളത് എങ്ങനെ ഉപയോഗിക്കുന്നു എന്നുള്ളതൊരു വലിയ കാര്യമാണ്. നമ്മൾ നന്നായിട്ടല്ല അതിനെ ഉപയോഗിക്കുന്നത് എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നമ്മളെ വിട്ടിട്ട് പോകും. അപ്പോൾ ഈ പൈസ ഒന്ന് സേവ് ചെയ്യേണ്ട ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കുക. അതിനെ നന്നായിട്ട് തന്നെ ഉപയോഗിക്കുന്നു എന്ന് നമ്മൾ തിരിച്ചറിയുക. പിന്നെ ചിലവുകളിലൊന്ന് കൺട്രോൾ വരുത്തുക. പിന്നെ നിങ്ങളുടെ മുന്നിൽ വരുന്ന ആൾക്കാർ നിങ്ങളെ സഹായം ആവശ്യപ്പെട്ട് വരുന്ന ആൾക്കാർ, അവർ ചിലപ്പോൾ ഈ പൈസ നിങ്ങൾക്ക് തരുന്നത് നിങ്ങളിലൂടെ ഇവർക്ക് കൂടി കൊടുക്കാൻ വേണ്ടിയിട്ടായിരിക്കും. അതും കൂടെ ഒന്ന് ചിന്തിക്കുക. നമ്മൾ കൺട്രോൾ ചെയ്യുമ്പോൾ മറ്റുള്ളവർക്ക്, പലരും അങ്ങനെയാണ്, മറ്റുള്ളവർക്ക് കൊടുക്കൂല ഒന്നും. പക്ഷേ നമ്മളുടെ ആവശ്യങ്ങൾ ഇങ്ങനെ അനാവശ്യമായിട്ട് ചിലവാക്കും. ഒരുപാട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ വാങ്ങിക്കൂട്ടി നമ്മളെ മാത്രം ലക്ഷറിയിൽ ഇങ്ങനെ കൊണ്ടു കിടക്കും. പക്ഷേ മനസ്സിലാക്കുക, നമുക്ക് ലക്ഷറി നല്ലതാണ്. പക്ഷെ അത് നമ്മളിലൂടെ മറ്റാരെങ്കിലും ഒന്ന് രക്ഷപ്പെടേണ്ട ഒരു അവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ അവരെ കൂടി ഒന്ന് കൺസിഡർ ചെയ്യുന്നത് നല്ലതായിരിക്കും. നൈറ്റ് ഫെയറിൻ്റെ എനർജിയാണ്. വളരെ ബുദ്ധിപൂർവ്വം കാര്യങ്ങൾ ആലോചിച്ച് ചിന്തിച്ച് ചെയ്യുക എന്നുള്ളതാണ്. വളരെ ദൃഢമായ തീരുമാനങ്ങൾ നിങ്ങൾ എടുക്കും. എവിടെന്നെങ്കിലുമൊക്കെ മോട്ടിവേഷൻ കിട്ടുമെന്നാണ് കാണുന്നത് കേട്ടോ. മറ്റുള്ള ആൾക്കാരുടെ ജീവിതമോ മറ്റുള്ളവരുടെ വാക്കുകളോ, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട ആരെങ്കിലും, നിങ്ങൾ റെസ്പെക്റ്റ് ചെയ്യുന്ന ആൾക്കാരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കൃത്യമാണെന്നൊക്കെ നിങ്ങൾക്ക് തോന്നി ആ ഒരു ഇതിലൂടെ നിങ്ങൾ മോട്ടിവേറ്റഡ് ആകും എന്നുള്ളതാണ് കാണുന്നത്. അപ്പോൾ നോക്കാം. 8 ഓഫ് എർത്തിൻ്റെ എനർജിയാണ്. നിങ്ങൾ ചെയ്യാൻ പോകുന്ന കാര്യം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് പഠിക്കും, മനസ്സിലാക്കും എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു കാര്യം നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു കാര്യം നിങ്ങൾ വാങ്ങുന്നുണ്ടെങ്കിൽ അത് മാക്സിമം നിങ്ങൾ പഠിക്കാൻ ശ്രമിക്കുന്നു എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ചെയ്യാൻ പോകുന്ന ഒരു കാര്യത്തെക്കുറിച്ച് നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് നിങ്ങൾ പഠിക്കുകയും അറിയുകയും മനസ്സിലാക്കുകയൊക്കെ ചെയ്യുന്ന ഒരു എനർജിയാണ് ഇന്നത്തെ ദിവസം. നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾക്ക് അങ്ങനെ ചെയ്യണമെന്നാണ്. ഇന്നത്തെ ദിവസം നിങ്ങൾ എന്തെങ്കിലും കാര്യം ചെയ്യുന്നുണ്ടെങ്കിൽ
ഡീറ്റെയിൽ ആയിട്ട് പഠിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ചെയ്യുക. എന്തെങ്കിലും ഡോക്യുമെൻറ്റ്സ് ഒക്കെ നിങ്ങളിന്ന് സൈൻ ചെയ്യുന്നുണ്ടെങ്കിൽ നന്നായിട്ട് പഠിക്കണം. അതിൻ്റെ എന്തെങ്കിലുമൊക്കെ ലൂപ്പ് ഹോൾ അതിനകത്ത് ഉണ്ടായിരിക്കാം. അപ്പോൾ അത് കൃത്യമായിട്ട് നിങ്ങൾ, ഉദാഹരണത്തിന് നിങ്ങൾ ജോലിക്ക് പോകുന്ന ആൾക്കാർ പുതിയൊരു ജോബ് ഓഫറൊക്കെ കിട്ടി അതിൽ കോൺട്രാക്റ്റ് ഒക്കെ ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് അത് നന്നായിട്ട് വായിച്ച് പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങൾ കോൺട്രാക്റ്റ് സൈൻ ചെയ്യാൻ ശ്രമിക്കുക. അതുപോലെ എന്ത് കാര്യം ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇന്നത്തെ ദിവസം കൃത്യമായിട്ട് നിങ്ങളൊന്ന് പഠിക്കുന്നത് നല്ലതാണ്. പഠിച്ചതിന് ശേഷം മാത്രം നിങ്ങളത് ചെയ്യാൻ ശ്രമിക്കുക. റിലീസാണ്, അതൊരു ഡെത്ത് കാർഡാണ്. ജീവിതത്തിലൊരു വളരെ വലിയ മാറ്റം വരുന്നൊരു സമയമാണ്. ചില കാര്യങ്ങൾ എൻഡായി പോകുന്നു എന്നുള്ളതാണ്. ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങൾ നിങ്ങൾ എൻഡാക്കി കളയുന്നു. ഒരു വളരെ വലിയ പരിവർത്തനം നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നു. നിങ്ങൾക്ക് ഫ്രീഡം ഉണ്ടാകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. നമുക്ക് സ്വാതന്ത്ര്യം ഇല്ലെങ്കിൽ വേറെ ഒന്നും ഉണ്ടായിട്ടും കാര്യമില്ല. അപ്പം ഇതിനകത്ത് ഒരു ഈഗോ വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ എന്താണ്, കൂടിനകത്തിരിക്കുന്നൊരു ബേർഡാണുള്ളത്. അപ്പം നമുക്ക് കൂട്ടിനകത്തിരിക്കുന്നത് സ്വർണ്ണക്കൂടിനാണ്. അത് സ്വർണ്ണക്കൂടിലാണെങ്കിലും അത് നമ്മളെ ബന്ധനത്തിലാക്കിയിട്ടിരുന്ന കാര്യമില്ല. അതുപോലെ നിങ്ങൾ ഒരു ബന്ധനാവസ്ഥയിലായിരുന്നെങ്കിൽ അത് മാറിപ്പോകുന്നു എന്നാണ് കാണുന്നത്. ആ ഒരു ബന്ധനത്തിൽ നിന്നും നിങ്ങൾ രക്ഷപ്പെടുന്നു എന്ന് പറയാം. ഇതിപ്പോൾ ചില ആൾക്കാർ നിങ്ങളെ ഒരു ട്രാപ്പിലാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ അത് ചിലപ്പോൾ ഇമോഷണൽ ട്രാപ്പായിരിക്കാം, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും തരത്തിൽ നിങ്ങളെ ഒരു എനർജി കൊണ്ട് നിങ്ങളെ ട്രാപ്പ് ചെയ്തിരുന്നതായിരിക്കാം. നിങ്ങൾക്കത് മനസ്സിലാകത്തുണ്ടായിരിക്കാം. ഏതോ ഒരു വ്യക്തി നിങ്ങളെ ഇമോഷണലി അല്ലെങ്കിൽ എനർജറ്റിക്കലി നിങ്ങളെ ട്രാപ്പ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് മനസ്സിലാക്കുന്നു. നിങ്ങൾ ആ ഒരു ഇതിൽ നിന്നും നിങ്ങൾ പുറത്ത് കടക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പം നമ്മളുടെ തന്നെ ഇൻഡ്യൂഷൻ കൊണ്ട് ചെയ്യുന്നതായിരിക്കാം, അത് മനസ്സിലാകുന്നുണ്ടായിരിക്കാം. എവിടെന്നോ എന്തോ ഒരു കാര്യം നിങ്ങൾക്ക് ഫെയർ അല്ലാത്തൊരു കാര്യം ആ ഒരു ഇതിൽ നിങ്ങൾ ഇപ്പോൾ ഉണ്ട്. അത് നിങ്ങൾക്ക് നല്ലതല്ല. ചിലപ്പം ചില ആൾക്കാർ ഒരുപാട് സംസാരിച്ച് നമ്മളുടെ കൂടെ അടുപ്പം കൂടി നമ്മളുടെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി അവർ ചിലപ്പോൾ നമുക്ക് നല്ലതായിട്ടായിരിക്കില്ല പല കാര്യങ്ങളും ചെയ്യുന്നത്. അത് ചിലപ്പോൾ ഇന്നത്തെ ദിവസം നിങ്ങൾ മനസ്സിലാക്കുന്നുണ്ടായിരിക്കാം. നിങ്ങളും വളരെ ബുദ്ധിപൂർവ്വം അത് എൻ്റെ ആക്കുന്നു. ആ ഒരു ട്രാപ്പിൽ നിന്നും നിങ്ങൾ പുറത്ത് കിടക്കുന്നു എന്നുള്ളതാണ്. ഒരു പരിവർത്തനം നിങ്ങൾക്ക് സംഭവിക്കുന്ന ഒരു സമയമാണ്. ഫ്രീഡം, എല്ലാ കാര്യത്തിൽ നിന്നും ഒരു ഫ്രീഡം. അത് റിലേഷൻഷിപ്പിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുള്ള ഏതെങ്കിലും ഒരു ജോലി ആണ് ചെയ്യുന്നുണ്ടെങ്കിൽ അവിടെ നിന്നൊരു ഫ്രീഡം കിട്ടുന്നതായിരിക്കാം, അല്ലെങ്കിൽ ഏതെങ്കിലും എനർജി നിങ്ങളെ ചുറ്റിയിട്ടുണ്ടെങ്കിൽ അവിടെ നിന്ന് നിങ്ങളൊന്ന് ഒരു ഫ്രീഡം കിട്ടുന്നു എന്നാണ് കാണുന്നത്. കിങ് ഓഫ് കപ്പിൻ്റെ എനർജിയാണ്. കാര്യങ്ങളെല്ലാം വ്യക്തമായിട്ട് മനസ്സിലാകുന്നൊരു സമയമാണ് കേട്ടോ ഇത്. നെഗറ്റീവും പോസിറ്റീവും ഒക്കെ മനസ്സിലാകും. ആൾക്കാരുടെ ആറ്റിറ്റ്യൂഡ് മനസ്സിലാക്കാൻ പറ്റും. ഒരാളിനോട് സംസാരിക്കുമ്പോൾ തന്നെ നമുക്ക് അവരുടെ ഉള്ളിൽ എന്താണെന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് കാണുന്നത്. നിങ്ങളെ വിശ്വസിക്കുന്ന ആൾക്കാരോട് മാത്രം നിങ്ങൾ നല്ലതായിട്ട് നിൽക്കാൻ ശ്രമിക്കുക. അങ്ങനെ അല്ലാത്ത ആൾക്കാരോട് ശരിക്കും ഒരു അറ്റാച്ച്മെൻറ്റ് പുലർത്തിയിരുന്ന ആൾക്കാർ നിങ്ങൾക്ക് ട്രസ്റ്റ് ചെയ്യാൻ പറ്റില്ലെന്ന് മനസ്സിലാക്കിയ പതിയെ ആ കോഡം കട്ട് ചെയ്ത് കളയുക. നമുക്ക് ആവശ്യമുള്ള ആൾക്കാരെ മാത്രം കൂടെ നിർത്തുക. പ്രത്യേകിച്ച് സ്പിരിച്വലായിട്ടുള്ള ആൾക്കാർ അങ്ങനെ ഫിൽട്ടർ ചെയ്ത് കൊണ്ടേയിരിക്കും. നമ്മൾ അവസാനം നമ്മളുടെ കൂടെയുള്ളത് വളരെ കുറച്ച് ആൾക്കാർ മാത്രമായിരിക്കും. ഒരു വലിയ ഫ്രണ്ട് സർക്കിളും കുറേ ആൾക്കാരും നമ്മളുടെ ചുറ്റും ഉണ്ടെങ്കിലും ഓരോ പ്രശ്നങ്ങൾ പറഞ്ഞ് ഓരോ പ്രശ്നങ്ങളിൽ ഉൾപ്പെട്ട് കുറേ ആൾക്കാരും നമ്മളിൽ നിന്ന് വിട്ടുപോകും. അപ്പോൾ അത് സ്പിരിച്വൽ ആയിട്ടുള്ളൊരു പ്രോസസ്സാണ്. അപ്പോൾ അത് നിങ്ങൾ ഇന്നത്തെ ദിവസം മനസ്സിലാക്കുമായിരിക്കും. നിങ്ങളിൽ നിന്ന് എന്തുകൊണ്ടാണ് കുറേ ആൾക്കാർ എൻഡായിപ്പോയത്, അവരൊക്കെ നമ്മളിത് വിട്ടുപോയത്. ചിലപ്പോൾ അത് ഒരുപാട് സ്നേഹവും അറ്റാച്ച്മെൻറ്റും ഒക്കെ ഉണ്ടെന്ന് നമ്മൾ വിചാരിച്ചിരുന്ന ആൾക്കാരായിരിക്കാം. അവരൊക്കെ എന്തുകൊണ്ടാണ് നമ്മളെ വിട്ടുപോയത്, എന്താണ് എന്നൊക്കെ നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം മനസ്സിലാകും എന്നാണ് കാണുന്നത്. വളരെ മെച്ചുവേർഡായിട്ട് ഇന്നത്തെ ദിവസം നിങ്ങൾ പെരുമാറും. പല കാര്യങ്ങളും നമുക്ക് നന്നായിട്ട് മനസ്സിലാക്കാൻ പറ്റും. പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ സംഭവിച്ച പല കാര്യങ്ങളും എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്നാണ് കാണുന്നത്. ഇനി നമുക്ക് കുറച്ച് എടുക്കാം. വീലാണ്. Indecisiveness, allowing your life to ramble aimlessly. അപ്പം നമ്മൾ ചിലപ്പം
ഡിസിഷൻ എടുക്കാൻ പറ്റാതെ ഇരിക്കുന്നു എന്നുള്ളതാണ്. അപ്പം ചില കാര്യങ്ങൾ നമ്മൾ ഡിസിഷൻ എടുക്കണ്ട, നമ്മളത് ലൈഫാണ്, അത് അതിൻ്റെ വഴിക്ക് പോട്ടെ, ആ ഒരു ചക്രം കറങ്ങേണ്ടത് അങ്ങനെ കറങ്ങട്ടെ. അത് ചില സമയം ഞാൻ എങ്ങോട്ടാണ് പോണത്, എൻ്റെ യാത്ര എങ്ങോട്ടാണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഞാൻ ഇതൊക്കെ ചെയ്യണമെന്നൊക്കെ ചിന്തിച്ചിരിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ ചില ദിവസം അങ്ങനെയാണ്, നമ്മൾ ഡിസിഷൻ എടുക്കണ്ട എന്നുള്ളതായിരിക്കും. അപ്പോൾ നിങ്ങൾ ഇന്നത്തെ ദിവസം ഒരു കാര്യത്തിനും ധൃതി പിടിച്ചൊരു തീരുമാനം എടുക്കണ്ട. അവളാണ് ഗുഡ് അഡ്വൈസ് ഫ്രം എ വൈസ് പേഴ്സൺ. നിങ്ങൾക്ക് ആരോ ഒരു നല്ല അഡ്വൈസ് തരുന്നു എന്നുള്ളതാണ്, അത് സ്വീകരിക്കാൻ ശ്രമിക്കുക. നമുക്ക് പലപ്പോഴും അങ്ങനെയാണ്, ചിലപ്പോൾ നമ്മളുടെ ഇൻഡ്യൂഷനെ നമ്മൾ വിശ്വസിക്കാതെ വരും. അപ്പോൾ പുറത്ത് ആരെങ്കിലും നമുക്ക് പറഞ്ഞു തരും പല കാര്യങ്ങളും ഇങ്ങനെയാണ് ചെയ്യേണ്ടതെന്ന്. അത് നിങ്ങൾക്ക് ഇന്നത്തെ ദിവസം നിങ്ങളങ്ങനെ ആ ഒരു അഡ്വൈസ് സ്വീകരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ഇതാണ് ഇന്നത്തെ ഡിവൈൻ മെസ്സേജ്. ഇത് നിങ്ങളുടെ സിറ്റുവേഷനുമായിട്ട് മാച്ച് ആകുന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും പേഴ്സണൽ റീഡിംഗ് വേണമെങ്കിൽ എൻ്റെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. താങ്ക് യു. നമുക്കൊരു പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ട് സമാധാനമായിട്ട് ഇരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ എല്ലാ കാര്യങ്ങളും ഭംഗിയായിട്ട് നടക്കാൻ ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരുപാട് സ്നേഹം, ഒരുപാട് നന്ദി. താങ്ക് യു.